നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പണ്ട് മലയാള സിനിമാ ലോകത്തിന്റെ സൂപ്പർ പവർ ആയിരുന്നത് പ്രൊഡ്യൂസർമാരായിരുന്നു. അവരുടെ കയ്യിൽ ഒരു നല്ല തിരക്കഥ ലഭിച്ചാൽ സംവിധായകരെ അവർ നിയോഗിക്കും. നടീനടന്മാരെ കഥയ്ക്ക് അനുയോജ്യമായി തിരഞ്ഞെടുക്കും. അവിടെ സംവിധായകന് തന്നെയാണ് റോളെങ്കിലും നിയന്ത്രിക്കുന്നത് പ്രൊഡ്യൂസർമാർ തന്നെയായിരുന്നു. പിന്നീട് മലയാള സിനിമയിൽ ഡ്രൈവർമാർ മുതൽ പ്രൊഡക്ഷൻ ബോയ് വരെ നിർമ്മാതാക്കളുടെ കുപ്പായമണിഞ്ഞു. ഇതിന് വലിയൊരു മാറ്റം കൊണ്ടുവന്നത് മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയായിരുന്നു. ബിസിനസ് താല്പര്യങ്ങളുള്ള മമ്മൂട്ടി അഭിനയിക്കണമെങ്കിൽ ചില വ്യവസ്ഥകൾ വെച്ചു. വിദേശ റൈറ്റുകൾ തനിക്ക് വേണമെന്നായിരുന്നു ഏറ്റവും പ്രധാന വ്യവസ്ഥ. ഇത് മമ്മൂട്ടി കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് കളിച്ചത്. അഭിനയിക്കാൻ പണം, വിദേശ റൈറ്റുകൾ കൂടി മമ്മൂട്ടിക്ക് വന്നു ചേർന്നതോടെ മമ്മൂട്ടി എന്ന നടൻ വലിയൊരു ധനാഢ്യനായി മാറിക്കൊണ്ടിരുന്നു. ഇത് മനസ്സിലാക്കി തന്നെയാണ് മോഹൻലാൽ ചില കളികൾ തുടങ്ങിയത്. തന്റെ ഡ്രൈവറായിരുന്ന ആന്റണി പെരുമ്പാവൂരിന് മോഹൻലാൽ തന്റെ ഡേറ്റ് നൽകി. മോഹൻലാലിനെ പോലെ ഒരാൾ തീയതി നൽകിയാൽ ആ പടത്തിന് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ആന്റണി പെരുമ്പാവൂരിന് ഫിനാൻസ് നൽകാൻ തിയേറ്റർ മുന്നോട്ട് വന്നിരുന്ന കാലഘട്ടം. ഒരു പടം അനൗൺസ് ചെയ്താൽ മാത്രം മതി. മോഹൻലാലിനെ പോലെ ഒരു നടനെ വെച്ചായാൽ തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് കിട്ടും. റിലീസ് കമ്പനി അടക്കം ഇതിനു വേണ്ടി കൈമാറും. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ എന്ന ബാനർ മാത്രം മതി അവിടെ. ഈ കളി മനസ്സിലാക്കി പഠിച്ചെടുത്ത് തന്നെയാണ് ദിലീപ് ചില ചുവടുകൾ വെച്ചത്. അത് തന്നെയാണ് മലയാള സിനിമയെ ഇത്രയധികം മാറ്റിമറിച്ചതും. ദിലീപിന്റെ അറസ്റ്റ് ചലച്ചിത്ര മേഖലയെ ബാധിച്ചിട്ടുള്ള ഒരു മഹാവ്യാധിയുടെ ചില ചൊറിത്തടുപ്പുകൾ മാത്രമേ പുറത്തു കൊണ്ടുവന്നിരുന്നു. എന്നാൽ സിനിമാ മേഖലയെ മൊത്തത്തിൽ ബാധിച്ച ആ മാറാവ്യാധി പുറത്തു വന്നിരുന്നില്ല. ദിലീപിന്റെ സാമ്രാജ്യം തകർന്നതോടെ ആ സാമ്രാജ്യം കൊത്തിവലിക്കാനുള്ള ശ്രമമായി പിന്നീട് അങ്ങോട്ട്. ആ സാമ്രാജ്യം മുന്നിൽ കണ്ടാണ് മറ്റു ചിലർ കൊച്ചിയിലെത്തിയത്. അവിടെ ഫഹദ് ഫാസിൽമാരും ദുൽഖർ സൽമാനും അടക്കമുള്ളവർ രംഗത്തേക്ക് പിറവിയെടുത്തു. ഇതിനോടകം തന്നെ മലയാള സിനിമയ്ക്ക് മാഫിയകൾക്കും കോക്കസുകൾക്കും അടക്കി ഭരിക്കുന്ന മറ്റൊരു ലോകമായി മാറിക്കഴിയേണ്ടി വന്നു. സിനിമയ്ക്കുള്ളിൽ അധോലോകത്തിന്റെ സൃഷ്ടാക്കളായി മാറി നമ്മുടെ പ്രമുഖ നടന്മാരിൽ പലരും. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മാണ കമ്പനിയും റൈറ്റ് റിലീസ് എന്ന വിതരണ കമ്പനി തുടങ്ങിവെച്ചു ദിലീപ്. സഹോദരനെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് വലിയൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയത്. മറ്റു ചില ബന്ധുക്കളുടെ പേരുകൾ കൂടി ദിലീപ് നിർമ്മാണ കമ്പനികൾക്ക് തുടക്കമിട്ടു. ഇതോടെ സിനിമാ മേഖലയിൽ കുതികാൽ വെട്ടിനും മറ്റും തുടക്കമിട്ടു. ഈ നിർമ്മാണ കമ്പനികളിലൂടെ സംവിധായകരെ കണ്ടെത്തുകയും ഡേറ്റ് നൽകുകയും സിനിമയുടെ നിർമ്മാണം വൈകിപ്പിച്ചും മറ്റു താരങ്ങളെ സിനിമകളിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന തന്ത്രം പ്രയോഗിച്ചും തന്നെയാണ് ദിലീപ് കളിച്ചത്. തൊട്ടു പിന്നാലെ ചാലക്കുടിയിൽ ഡി തിയേറ്റേഴ്സ് എന്ന പേരിൽ ഒരു സമുച്ചയവും തുടങ്ങി. എല്ലാ മേഖലയിലും അങ്ങനെ ദിലീപ് ശക്തനായി മാറിക്കൊണ്ടിരുന്നു. മാത്രമല്ല, റിലീസ് കമ്പനികൾ, സിനിമാ പ്രദർശനവുമൊക്കെ ദിലീപിന്റെ നിയന്ത്രണത്തിലായി. ലിബർട്ടി ബഷീർ തിയേറ്റർ സമരം പ്രഖ്യാപിച്ചപ്പോൾ പ്രതിരോധിക്കാൻ എന്ന പേരിൽ ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള എന്ന പേരിൽ ഒരു പുതിയ സംഘടനയ്ക്ക് ദിലീപ് നേതൃത്വത്തിൽ തുടക്കം കുറിക്കുകയും ചെയ്തു. അങ്ങനെ മലയാള സിനിമയുടെ സർവ്വ മേഖലയിലും ദിലീപ് എന്ന നായക നടൻ പിടിമുറുക്കി. ഏത് ചിത്രം റിലീസ് എത്തണം, ഏതു ചിത്രത്തെ തഴയണം, ആരുടെ ചിത്രത്തിൽ അഭിനയിക്കണം എന്നൊക്കെ ദിലീപ് നിശ്ചയിക്കാൻ തുടങ്ങി. അവിടെയാണ് അമ്മ എന്ന സംഘടനയെ തണലാക്കിയതും. അവിടെ ചോദ്യശരങ്ങൾ ഉയർത്തിയ തിലകനെ ദിലീപിന്റെ നേതൃത്വത്തിൽ വെട്ടിനിർത്തിയത് മമ്മൂട്ടിയും മോഹൻലാലും ഇടവേള ബാബുവും തുടങ്ങിയവരൊക്കെയായിരുന്നു. ദിലീപിന്റെ പകയ്ക്കും വിരോധത്തിനുമൊക്കെ പാത്രമായാൽ പ്രമുഖ സംവിധായകരുടെ ചിത്രങ്ങളിൽ നിന്ന് പോലും നടികളും നടന്മാരും അപ്രത്യക്ഷമാകുന്ന കാലഘട്ടം. യുവനടന്മാരുടെ ചില സിനിമകളിൽ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകളിൽ അവയെ കൂവി പൂരപ്പറമ്പുകളാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ ദിലീപിന്റെ നേതൃത്വത്തിൽ അന്ന് നടന്നിരുന്നുവെന്നാണ് ചില കിംവദന്തികൾ. സിനിമാ ലോകം കൈപ്പിടിയിലൊതുക്കിയ പൃഥ്വിരാജിനെ പോലുള്ള നടന്മാർക്ക് ദിലീപിനോട് ചില ചൊറിച്ചിൽ സ്വാഭാവികമായും ഉണ്ടായി. ദിലീപിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് കേരളത്തിലേക്ക് മലയാള സിനിമാ ലോകത്തേക്ക് കള്ളപ്പണത്തിന്റെ കുത്തൊഴുക്കുമുണ്ടായത്. കള്ളപ്പണം വെളുപ്പിക്കാൻ ഇതിലും നല്ലൊരു ഇടമില്ല എന്ന് മനസ്സിലാക്കി രാഷ്ട്രീയ പ്രമുഖർ പോലും രഹസ്യമായ സിനിമാ നിർമ്മാണത്തിനായി പണം കൈമാറിക്കൊണ്ടിരുന്നു. ഈ പണം പിന്നീട് മറ്റു രാജ്യങ്ങളിൽ വെച്ച് കൈമാറുകയോ മറ്റ് വ്യവസായങ്ങളിലേക്ക് നിക്ഷേപമായി ഇറക്കുകയോ ചെയ്യുകയായിരുന്നു ഈ ലോബി. ഇതോടെ പല കൈവിട്ട കളികൾക്കും സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് വീണതോടെ ദിലീപിന്റെ സാമ്രാജ്യത്തിനായി പിന്നെ കടിപിടി. ക്രമേണ അവിടെ പൃഥ്വിരാജ് എന്ന നിർമ്മാതാവും മമ്മൂട്ടി കമ്പനിയും മോഹൻലാലും ബിസിനസ്സുകാരനായ ആന്റണി പെരുമ്പാവൂരും ഒക്കെ കൈയടക്കി. മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന താരങ്ങളുടെ മക്കളിലേക്ക് അധികാരവും സിനിമാ ലോകവും ഒഴുകി. പിന്നീട് ഫോർമുല ചിത്രങ്ങളിൽ നിന്ന് ന്യൂജൻ ചിത്രങ്ങളിലേക്ക് മാറി മലയാള സിനിമ. പണക്കൊഴുപ്പിന്റെയും കള്ളപ്പണ ഇടപാടുകളുടെയും ലഹരിക്കച്ചവടത്തിന്റെയും സംരക്ഷകരായി ഗുണ്ടകളുമെത്തി. അവരാണ് പിന്നീട് നടികളുടെയും നടന്മാരുടെയും മുഖ്യ സംരക്ഷകരായി തീരുന്നത്. പൾസർ സുനി കൊടും ക്രിമിനലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദിലീപ് ഉൾപ്പെടെയുള്ള താരങ്ങൾ കൂടെ കൂട്ടിയത്. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി സംവിധായകൻ ആഷിഖ് അബു പോലും വെളിപ്പെടുത്തിയത്.
അമ്മ സംഘടന ഒരു ക്ലബ്ബ് പോലെ സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള ശേഷിയില്ല എന്നും ആഷിഖ് അബു തുറന്നടിച്ചു. എതിരഭിപ്രായങ്ങളില്ലാത്ത പ്രിയപ്പെട്ട അംഗങ്ങളെ മാത്രം ചേർത്ത് പിടിക്കുന്ന ഒന്നായി മാറി ഇപ്പോൾ അമ്മ സംഘടന.